അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏതായാലും നമ്മളെ KNM സംസ്ഥാന ജനറൽ സെക്രട്ടറി മരണപ്പെട്ടപ്പോൾ സയ്യിദുൽ ഉമ്മ എന്ന് പറയുന്ന സയ്യിദ് പണക്കാട്ട തങ്ങള് നമ്മളെ അതിന് ഇമാമായി നേതൃത്വം നൽകി. സമസ്തൻ്റെ SYSന്റെ നേതാവാണ് കേട്ടോ. മുമ്പ് SYSന്റെ നേതാവാണ്. പറഞ്ഞുകൊണ്ട് വന്നത് ഇതൊന്നും നമ്മൾ പിന്നെ ചെയ്യുമ്പോൾ പിന്നെ എത്രങ്ങാനും പള്ളിയുടെ കാദിയുടെ ഒരു ആളാണ് സയ്യിദ് അവറുകൾ. നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഒരുപാട് പള്ളിൻ്റെ കാദിയാണ് മൂപ്പര്. ഇത്രയും പള്ളിയുടെ കാദി ആയിരിക്കെ പിന്നെ അത് ഏത് പള്ളിൻ്റെ? സുന്നി പള്ളിൻ്റെ. അത് പിന്നെ നളന്ത ഓഡിറ്റോറിയത്തിൽ നടന്ന സമസ്തൻ്റെ ആ ഒരു നേതാവാണ് ആര്? സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ. എന്നാലും സയ്യിദുൽ ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ടല്ലോ. ആ അടിസ്ഥാനം വെച്ചിട്ട് ഇയാളൊന്നും തങ്ങളല്ല, തങ്ങൾ എന്നുള്ള വർഗം ഇല്ല എന്ന് പറയുന്ന ഒരേ ഒരു വ്യക്തികൾ ആരാണ്? അത് മുജാഹിദല്ലേ. ആ മുജാഹിദിൻ്റെ നേതാവ് ജീവൻ പോയപ്പോൾ അവിടെ ചെന്നിട്ട് ഇമാമായിട്ട് നിസ്കരിക്കുന്ന കോലം നോക്കാൻ നിങ്ങൾ. ഇയാൾ നിസ്കരിക്കുകയാണ്. ഇയാളാണ് ഇമാമ്. കണ്ടില്ല നിങ്ങൾ ആ ഫോട്ടോത്തിൽ? അയാളാണ് ആ ഇമാമ് നിൽക്കുന്നത്. ഇയാൾ ഇമാമ് നിന്നിട്ടാണ് ആ നിസ്കരിക്കുന്നത്. കുറച്ചൊക്കെ ഈ ഉളുപ്പ് വേണം. ഞാൻ തങ്ങളെ കുറ്റപ്പെടുത്തല്ല, ശരിക്കും അങ്ങനെ മണ്ടിച്ചെല്ലരുത്. എന്തിനാണ് അതിൻ്റെ ആവശ്യം? അതല്ലെങ്കിൽ ലീഗിൻ്റെ സ്ഥാനം മാത്രം വഹിക്കുക. ലീഗിൻ്റെ സ്ഥാനം മാത്രം വഹിച്ചിട്ട് ഓക്കെ, അത് എവിടെയും കയറിച്ചല്ല. ലീഗിൻ്റെ സ്ഥാനം മാത്രം വഹിച്ചിട്ട് അത് മുജാഹിദിലോ ജമാഅത്തിലോ നിരീശ്വരവാദിയിലോ ഖാദിയാനിയിലോ തെബിലീഗിലോ എവിടെയുമാണ് ഈ കയറിച്ചെന്നോട്ടെ. പക്ഷേ SYS എന്നുള്ള ഒരു സമസ്തൻ്റെ ഒരു പോഷക സംഘടനയാണല്ലോ. അതിൻ്റെ സ്ഥാനം വഹിച്ചുകൊണ്ട് ഈ ചെയ്തത് വളരെ വളരെ ദുഃഖകരമാണ്, വളരെ മോശമാണ്. ഇൻഷാ അല്ലാഹ് ഫോട്ടോ കണ്ടില്ല നിങ്ങൾ? ഇനി മുസ്തഫൽ ഫൈസി ഇതുമായി കൊണ്ട് സംബന്ധിച്ച് പ്രസംഗിക്കുന്നതായിട്ടും നമുക്ക് കേൾക്കാൻ സാധിക്കും. ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും ഇത് മുസ്തഫൽ ഫൈസി ഇയാൾക്ക് മാത്രമാണ്. ഇയാൾക്ക് മാത്രം എന്നല്ല, ഏതൊക്കെ വഹാബികൾ ജീവൻ പോയോ, അവിടെ ആരൊക്കെ പോയി നഷ്ടം പറഞ്ഞോ, ആരൊക്കെ പോയി നേതൃത്വം നൽകിയോ, ഓൽക്കൊക്കെയാണ് മുസ്തഫൽ ഫൈസിയുടെ ആ പ്രസംഗം. മുസ്തഫൽ ഫൈസി ആരറിയോ? ശംസുൽ ഉലമ പറഞ്ഞതാണ്. ഇനി ഒരു ശംസുൽ ഉലമ വരും. ഉടനെ ഖുർആൻ അവതരിക്കുന്നു. ലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ വലാ തഖും അലാ ഖബരിഹി. ഇത്തരക്കാർ ആരായിരുന്നാലും ശരി, ഒരു കാലത്തും അവരുടെ മയ്യിത്ത് നമസ്കരിക്കാൻ പാടില്ല. നവീനവാദികൾ കണ്ടില്ല? ഇത്തരക്കാർ ഏത് വല്യാപ്പയാണെങ്കിലും ഓല മയ്യത്ത് നിസ്കരിക്കാൻ നിൽക്കരുത്. മയ്യത്ത് നിസ്കരിക്കാൻ നിൽക്കരുത് എന്നല്ല, തങ്ങൾ ഇമാമാ നിന്നത്. മയ്യത്ത് നിസ്കരിക്കരുത് എന്നാണ്. എന്നിട്ട് ഇമാമെന്ന് നിസ്കരിക്കണത്. അവരുടെ മയ്യത്ത് ഒരിക്കലും നബിയെ നിങ്ങൾ നമസ്കരിക്കാൻ പാടില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ അതേ ആശയമാണ് പരിശുദ്ധ ഖുർആൻ അവതരിച്ചത്. എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ തള്ളിക്കളയാൻ പറ്റില്ല. വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇങ്ങനെ ഉമർ റളിയല്ലാഹു തആല അൻഹു പല കാര്യങ്ങളും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വാക്കുകൾ അവസാനത്തെ വാക്കായിരുന്നു. ഇന്നിവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ, അതൊന്നും പറയാൻ സമയമില്ല. ചിലതൊക്കെ പറയണമെന്ന് വിചാരിച്ചു, പക്ഷെ സമയമില്ല. സമയമില്ലാത്തതുകൊണ്ട് മാത്രമല്ല മുസ്തഫൽ ഫൈസി പറയാത്തത്. കാരണം പറഞ്ഞു കഴിഞ്ഞാലും ഗതിയോടാണ്. വല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് നളന്തക്കാർ കൂടിയിട്ട് പിന്നെ അതിൻ്റെ പേരിൽ കച്ചറുണ്ടാക്കും മുസ്തഫൽ ഫൈസിൻ്റെ പേരിൽ. അപ്പോൾ മുസ്തഫൽ ഫൈസി നല്ലൊരു കൊട്ട് കൊടുത്തിട്ട് പിന്നെന്ത് ചെയ്യാണ്? സമയമില്ല എന്നാണ് നിർത്തുകയാണ്. അല്ല, മുസ്തഫൽ ഫൈസിക്ക് പറയാൻ കഴിയാഞ്ഞിട്ടല്ല. വിശ്വാസപരമായി ജനങ്ങളുടെ എല്ലാ സംശയങ്ങളും ദൂരീകരിച്ച ആളാണ് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല. മുസ്തഫൽ ഫൈസി അത്ര പറഞ്ഞ് നിർത്തിയതിന് എന്താ പറയുക നിങ്ങൾ? വെറുതെ ഇനി അതിന് ആകൂലെന്ന് വെച്ചിട്ടാ. അല്ലെങ്കിൽ നോക്കി നിങ്ങൾ KNMന്റെ ചെങ്ങായി ജീവൻ പോയിട്ട് അവിടെ പോയിട്ട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ മയ്യിത്ത് നിസ്കരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? വല്ല ആവശ്യമുണ്ടോ? അപ്പോൾ വെറും ഒരു സ്വാർത്ഥ താല്പര്യം. എന്താണ് ആ താല്പര്യം? അത് മുസ്ലിം ലീഗ്
ലീഗിൻ്റെ നേതൃത്വ അണികളിലൊക്കെ നിൽക്കുന്നത് ആരാണ്? അത് വഹാബികളാണ്, പുത്തനാശയക്കാരാണ്. സലാമുദ്ദീൻ സംസ്ഥാന സെക്രട്ടറി അല്ലേ, പുത്തനാശയക്കാരനാണ്. മജീദാവട്ടെ, ഈട്ടി ആവട്ടെ, ഇവരൊക്കെ നേതൃത്വം വഹിക്കുന്നവരാണ്. അതിലൊക്കെ ജമാഅത്തും മുജാഹിദിൻ്റെ ആൾക്കാരാണ്. ഇനി ഷാജിയാണെങ്കിലോ ഓൻ അയിലാറെ, ബഷീറാണെങ്കിലോ ഐക്കും മേലെ, എല്ലാം ഒന്നിനൊന്ന് മേലെയാണ്. പിന്നെ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയാണ് അയിലും അല്ല ഇതിലും അല്ലാത്ത കോലത്തിൽ ഇങ്ങനെ നിൽക്കുന്നത്. ആൾക്കാർ ഉള്ളിടത്തുനിന്ന് കയ്യും ബന്ധിച്ച് ഇല്ലാത്തടത്തുനിന്ന് കയ്യും അങ്ങനെ അല്ല. ഞാൻ കുറ്റപ്പെടുത്തുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഒരു മയ്യത്ത് നിസ്കാരം എന്തിനു ചെയ്തു? ഇത്രയും ആദർശ സമ്മേളനവുമായി കൊണ്ടാണ് നമ്മളുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഷജറ വിഭാഗം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളക്കരയുടെ ഒരു തല മുതൽ മറ്റേ തല വരെ പ്രസംഗങ്ങളെ കൊണ്ട് ആറാടാണ്, പ്രസംഗങ്ങളെ കൊണ്ട് എറിയാണ്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ സയ്യിദുൽ ഉമ്മ എന്നൊക്കെ പറഞ്ഞുകാണ്ട് വിളിക്കുന്ന ഇയാൾ പോയിട്ട് ഇമാമെന്ന് കാണ്ട് നിസ്കരിക്കേണ്ട തൊപ്പിയിട്ട് കാണ്ട് ഇമാമിക്കുക. തൊപ്പിട്ട് അതന്നെ കറുത്ത തൊപ്പി, അതന്നെ തങ്ങൾ കുടുംബത്തിലെ തൊപ്പി, അതിട്ട് കാണ്ട് ഇമാമിക്കുക. മറ്റോലൊക്കെ ആളന്മാരെ മാതിരി ഇങ്ങനെ നിൽക്കുകയാണ്. തലമി ഇട്ടിട്ടില്ല. ഒരാളെ കൈ പുക്കിളിൻ്റെ താഴെയാണെങ്കിൽ മറ്റവൻ്റെ നെഞ്ഞിൻ്റെ മേലെ ഇക്കോലത്തിൽ കെട്ടിക്കാണ്ടല്ല നിസ്കരിക്കണത്. അതിന് ഇമാമിക്ക ഇയാളും പോയിക്കുക. കുറച്ചൊക്കെ ഒരു നാണമാണെന്നൊക്കെ പറയില്ലേ, അതില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ മണ്ടിച്ചിട്ടുണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാൽ പാടില്ല. കാരണം ഒരിക്കലും ചെയ്യരുത്. അത് പോണേ ചെയ്യുമ്പം പോട്ടേന്ന് പോണവര് പോട്ടെ. രാഷ്ട്രീയത്തിൽ എന്തിറങ്ങാനും ആൾക്കാരുണ്ട്. ഇപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോൾ കയറി വരുന്നില്ലേ, അത് ഓർക്കൊക്കെ പാടാൻ മയ്യത്ത് ഇത് നടത്താൻ പറ്റുമോ? ഇയാൾ സുന്നി ആശയക്കാരനല്ലേ? ഇയാൾ സയ്യിദ് അല്ല എന്ന് വരെ പറഞ്ഞ ആൾക്കാരാ ഓര്. എന്നിട്ട് ഓല മയ്യത്ത് സ്കരിച്ച ആ സമയത്ത് സംഘടനാപരമായിക്കൊണ്ട് അഭിപ്രായ വ്യത്യാസമുള്ള AP വിഭാഗം, സംസ്ഥാന, ദക്ഷിണ കേരള, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സുന്നി ആശയക്കാരാണ്. സംഘടനാപരമായി കൊണ്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഓരൊക്കെ മരണപ്പെട്ട അവിടെ പോയിട്ട് മയ്യത്ത് നിസ്കരിക്കുക, കാര്യങ്ങൾ ചെയ്യുക. അതിനൊന്നും ബൽക്കാർക്കും നേരം ഉണ്ടാവില്ല. നേരമില്ല. കാരണം കണ്ണൂരാ ചങ്ങായി മരണപ്പെട്ടിട്ട് അവിടെ പോയില്ല. ചിത്താരി അംസുസ്താദ് മരണപ്പെട്ടിട്ട് വരെ ഇവരാരും പങ്കെടുത്തിട്ടില്ല. അതിൻ്റെ അടുത്ത് വരെ പോയിട്ട് പോലും. അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഇതൊന്നും ഒരു ശരിയല്ല എന്നുള്ളത് ശരിയല്ല. അതുകൊണ്ടാണ് മുസ്തഫൽ ഫൈസി അത്ര കർക്കശമായിട്ട് പറഞ്ഞത്. അതുകൊണ്ട് സമസ്തൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇയാൾ എന്ത് ചെയ്യുക, ആ SYSൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റി കൊടുക്കുകയും. എത്രങ്ങാനും വേറെ ആൾക്കാരുണ്ട്. തങ്ങന്മാർ പാണക്കാട് മാത്രമല്ല, എല്ലാം തങ്ങൾ സയ്യിദ് കുടുംബല്ലേ. ബുഖാരി സയ്യിദ് കുടുംബല്ലേ, ജമലുല്ലൈലി സയ്യിദ് കുടുംബല്ലേ, ജിഫിരി സയ്യിദ് കുടുംബല്ലേ. ഇതുപോലെ ഒരുപാട് കുടുംബങ്ങളില്ലേ. ആ കുടുംബങ്ങളിൽ ഏതെങ്കിലും ഒരാളായിക്കോട്ടേന്ന്. ഇനി പാണക്കാട്ടിൽ തന്നെ ആണെങ്കിൽ വേറെ ഒരുപാട് ആൾക്കാരില്ലേ. ഇയാൾ ഈ വഹാബികൾക്ക് നേതൃത്വം നൽകാൻ പോയാണ്ട് വെറുതെ ആവശ്യമില്ലാതെ. ഏതായാലും വളരെ കഷ്ടമുണ്ട്, മോശമുണ്ട്, ദുഃഖമുണ്ട്. ഇൻഷാ അല്ലാഹു തആല ബിദ്അത്തിന്റെ ആളുകളെ തൊട്ട് കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഓരോ മയ്യത്ത് നിസ്കരിക്കാനോ ഓരോ കൈ അങ്ങോട്ട് പിടിച്ച ആ കൈ സോപ്പിട്ട് കഴിക്കണം. ഓരോ കൈ മുസാഫത്ത് ചെയ്തിട്ടുണ്ട്, കൈ വരെ എന്ത് ചെയ്യണം, സോപ്പിട്ട് കഴിക്കണം. അത്രമാത്രം വിഷാണ് വഹാബികൾ. അത് നമ്മൾ മനസ്സിലാക്കണം. അത് ഈ ത്വരീക്കത്തുകാർ കണ്ടിട്ടില്ല നിങ്ങൾ? ത്വരീക്കത്തുകാർ തൊള്ളി തോന്നിയ പറഞ്ഞു നടക്കുന്നുണ്ടല്ലേ. ഇപ്പം ഈ നൗഷാദൊക്കെ പറയുന്നതിനെ കണക്കുണ്ടോ? നൗഷാദ്, കുഞ്ഞഹമ്മദ് പറഞ്ഞ് തൊള്ളി തോന്നിയത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്നതുപോലെ തന്നെയാണ്